നമസ്കാരം. കേരളത്തിൽ മുകേഷ് വിഷയം കത്തിക്കയറുകയാണ്. മുകേഷിനെ രാജിയിൽ നിന്ന് മാറ്റി നിർത്തി, അതായത് വേണ്ട തരത്തിലുള്ള സംരക്ഷണം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? കേരളം മുഴുവൻ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലും പാർട്ടി എന്തിനാണ് സംരക്ഷണം നൽകുന്നത്? സിനിമയിൽ കാണിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള നെറികെട്ടവന്മാരെ സംരക്ഷിക്കുന്ന ഒരിടമായി CPM മാറുകയാണോ? ഈ നരാധമനെ എന്തിന് രക്ഷപ്പെടുത്തുന്നു? ശ്രീ ഷാജഹാൻ, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പരാജയപ്പെടും അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളിടത്താണ് കൊണ്ടുപോയി ഈ മുകേഷിനെ ഒരു ചാവേറാക്കി വിട്ടുകൊടുത്തത്. അവിടെ CPM കൊടുത്തിട്ടുള്ള ഫണ്ടെന്ന് പറയുന്നത് കേരളത്തിലെ 15 സീറ്റാണല്ലോ CPMന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ മറ്റ് 14 ഇടങ്ങളിലും കൊടുത്തതിനേക്കാൾ കൂടുതൽ തുകയാണ് മുകേഷിന് നൽകിയത് പാർട്ടി. എന്താണ് ഇത്രത്തോളം അവിടെ ഈ തോൽക്കും എന്ന് ഉറപ്പുള്ള ഒരു മണ്ഡലത്തിൽ അത്രയും ചെലവഴിക്കുകയും ഇപ്പോൾ അതിനുശേഷമുള്ള ഈ സംഭവവികാസങ്ങളൊക്കെ നോക്കൂ, മുകേഷിനെ സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് ഈ സംരക്ഷണ കോട്ട കെട്ടിയിരിക്കുന്നത്? ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാത്തൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് CPM എന്ന് പറഞ്ഞ പാർട്ടിയും സിനിമാ രംഗവും സിനിമാ രംഗത്തെ കച്ചവട താല്പര്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2024 തെരഞ്ഞെടുപ്പിൽ കൊല്ലം എന്ന് പറയുന്ന CPMൻ്റെ ഉറച്ച കോട്ടയായിരുന്ന, ഇപ്പോൾ അല്ല, പ്രേമേന്ദ്രൻ വന്നതിന് അതല്ല, പക്ഷേ നേരത്തെ ഉറച്ച കോട്ടയായിരുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മുകേഷിനെ പോലെ ഒരു ജയസാധ്യതയും ഇല്ലാത്ത ഒരാളെ നിർത്തേണ്ട ഒരു കാര്യവും CPMന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മുകേഷിനെ സംബന്ധിച്ചോളം മുകേഷ് അവിടെ ജയിക്കില്ല എന്നുള്ളത് പിന്നെ അതൊരു ഫെയ്റ്റ് അക്കംപ്ലി ആയിരുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ്. മുകേഷ് അവിടെ ജയിക്കില്ല എന്ന് പറയാൻ കാരണം, അവിടെ മത്സരിച്ചിരുന്നത് UDFൽ തന്നെ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ളതും കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രശസ്തനും ജയിക്കുമെന്ന് 100% ഉറപ്പുള്ള ആളുമായിട്ടുള്ള NK പ്രേമേന്ദ്രനാണ് അവിടെ മത്സരിച്ചത്. സ്വാഭാവികമായും NK പ്രേമേന്ദ്രൻ്റെ അടുത്ത് എന്തെങ്കിലും ജയസാധ്യതയെങ്കിലും ഉള്ള ഒരാളെ പരിഗണിച്ചിരുന്നുവെങ്കിൽ ആ പട്ടികയിൽ ഒരു സ്ഥലത്തും ഈ മുകേഷ് വരില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. രണ്ട്, CPMനെ സംബന്ധിച്ചിടത്തോളം NK പ്രേമേന്ദ്രൻ്റെ അടുത്ത് ഒരു ജയസാധ്യത എന്നല്ല, ഒരു മത്സര സാധ്യതയെങ്കിലുമുള്ള ഒരു ഡസൻ ആളുകളെങ്കിലും കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ പിന്നെ പ്രേമേന്ദ്രനെതിരെ മത്സരിച്ചത് KN ബാലഗോപാലായിരുന്നു. അതിനു മുമ്പ് NK പ്രേമേന്ദ്രനെതിരെ മത്സരിച്ചത് MA ബേബി ആയിരുന്നു. അവരൊക്കെ തന്നെ ഉറച്ച പാർട്ടിക്കാരും പാർട്ടിക്കാരുടെ ഇടയിൽ വലിയ ജനകീയ അംഗീകാരമുള്ള നേതാക്കന്മാരായിരുന്നു അവർ രണ്ടുപേരും. CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വലിയ തോതിലുള്ള പിന്തുണ അവിടെ ഉള്ളതാണ്. ജയിക്കോ തോക്കോ എന്നുള്ളത് ഇരിക്കട്ടെ, വലിയ പിന്തുണയുള്ളതാണ്. ആ പിന്തുണയുള്ള ഒരു മണ്ഡലത്തിൽ ജയിക്കേണ്ടത് അനിവാര്യമായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുകേഷിനെ പോലെ ഈ ഒരു വഷളനായിട്ടുള്ള ഒരു ആഭാസനെ എന്തിന് CPM നിർത്തി എന്നുള്ളത് നമ്മൾ ആഴത്തിൽ എടുത്ത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മളൊന്ന് നോക്കൂ, ഇപ്പോൾ ഇതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഓർമ്മ ശരിയായിരുന്നുവെങ്കിൽ സിനിമാ രംഗത്ത് നിന്ന് ഇന്നസെൻ്റ് ഉണ്ടായിരുന്നു. 2019 ഇന്നസെൻ്റ് തോറ്റു. 2014 ഇന്നസെൻ്റ് ചാലക്കുടിയിൽ നിന്ന് മത്സരിച്ചു, ജയിച്ചു. അപ്പോൾ 2014 മുതൽ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ, മലയാള സിനിമാ വ്യവസായത്തിൻ്റെ ഒരു പ്രാതിനിധ്യം CPMന് ഉണ്ടാകണം എന്ന് ഉള്ള ഒരു നയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് 2014 ഇന്നസെൻ്റ് നിർത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഈ 2016 തെരഞ്ഞെടുപ്പിലെ KPSC ലളിതയെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. അല്ല, അത് നിയമസഭ ഇപ്പം KPSC ലളിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അവര് നമുക്കറിയാം സിനിമാ രംഗത്ത് ആ കാലത്തൊന്നും സ്ത്രീകൾക്കൊന്നും ഇതൊന്നുമില്ല. അപ്പം അവർക്ക് കുറച്ച് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമൊക്കെ ഉള്ളതാണ് KPSC എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവരെ അത് അവരെനിക്കൊന്ന് വേറെ എവിടെയോ ഒരു ഔദ്യോഗിക സ്ഥാനവും അവർക്ക് കൊടുത്തു, സംഗീത അക്കാദമിയുടെ ചെയർപേഴ്സൺ. പക്ഷേ അവരെ നിർത്തുന്ന പോലെയല്ല ഇന്നസെന്റിനെ നിർത്തുന്നത്. ഇന്നസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നസെന്റ് സിനിമാ വ്യവസായത്തിലെ ഒരു പവർ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ് ഇന്നസെന്റ്. അപ്പോൾ ആ ഇന്നസെന്റിനെ തന്നെ അവിടെ നിർത്തിയെന്ന് പറയുമ്പോൾ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് കേരളത്തിലെ സിനിമാ വ്യവസായത്തിലും അതിൻ്റെ കച്ചവട താല്പര്യങ്ങളിലുമൊക്കെ ഉള്ള നേരിട്ടുള്ള പങ്കാളിത്തത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് പിന്നെ ഇന്നസെന്റിനെ ചാലക്കുടിയിൽ നിർത്തിയായിട്ട് ഞാൻ നിരീക്ഷിക്കുന്നത്. കാരണം അവിടെ ഇന്നസെന്റ് വിജയസാധ്യത ഉള്ള ആളാണെന്ന് അവിടെ കരുതിയിരുന്നില്ല. ഇന്നസെന്റ് പിന്നീട് അവിടെ വിജയിച്ചു. ഇന്നസെന്റ് ശരിക്കും വിജയിക്കാൻ കാരണം തന്നെ എന്തായിരുന്നു? അന്ന് ചില സീറ്റ് മാറ്റങ്ങളൊക്കെ നടന്നു. PC ചാക്കോ മാറി, മറ്റേ ധനപാലൻ, മനസ്സിലായില്ല, അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ആ സീറ്റ് മാറ്റത്തിൻ്റെ പകിട്ടിലാണ് ഇന്നസെന്റ് അവിടെ ജയിച്ചു പോകുന്നത്. അപ്പം ഇന്നസെന്റിനെ അവിടെ നിർത്തിയതിൻ്റെ പുറകിലും CPMന് സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട് ചില കച്ചവട താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. മനസ്സിലായില്ലേ? ഇന്നസെന്റിനെ അടുത്ത തവണ നിർത്തിയപ്പോൾ കോൺഗ്രസിൽ നല്ല സ്ഥാനാർത്ഥി വന്നപ്പോൾ ഇന്നസെന്റ് അവിടെ തോറ്റു. അപ്പോൾ ആ കച്ചവട താല്പര്യത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ മലയാള സിനിമാ രംഗത്തെ കച്ചവട താല്പര്യങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് CPM ഇത്തവണ മുകേഷിനെ കൊല്ലത്ത് നിർത്തിയത് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും മൈനസ് ജയസാധ്യതയുള്ള ഒരു നേതാവായിരുന്നു പിന്നെ മുകേഷ്. പ്രത്യേകിച്ചും NK പ്രേമേന്ദ്രനെ പോലെ 150% വിജയസാധ്യതയുള്ള ഒരാൾക്കെതിരെ അവിടെ 1.5 ലക്ഷം വോട്ടിന് തോക്കുകയും ചെയ്തു. അപ്പം ആ കച്ചവട താല്പര്യങ്ങളിൽ CPMന് താല്പര്യമുണ്ട്. ആ താല്പര്യത്തിൻ്റെ ഭാഗമായി സിനിമയിലെ കച്ചവട താല്പര്യങ്ങളുടെയും ഒക്കെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഇയാൾക്ക്. എന്നുവെച്ചാൽ ചില സമുദായങ്ങൾക്ക് CPM പ്രാതിനിധ്യം കൊടുക്കുമല്ലോ. ഇപ്പം എറണാകുളത്ത് പലപ്പോഴും തോക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ലത്തീൻ സഭയുടെ ഒരു സ്ഥാനാർത്ഥിക്കായിരിക്കും കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ സിനിമാ രംഗത്തെ വ്യവസായ താല്പര്യത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് പിന്നെ മുകേഷ് അവിടെ കൊടുത്തത്. മുകേഷിൻ്റെ പേരിൽ അവിടെ ചെലവഴിക്കപ്പെട്ട പൈസയുടെ ഒക്കെ കാര്യത്തിലൊക്കെ തന്നെ അത് സിനിമാ വ്യവസായത്തിൽ നിന്ന് വരുന്ന പണമാണ്. നമ്മളത് മനസ്സിലാക്കിക്കോണം. 79 ലക്ഷമാണ്. അതേസമയം ചാലക്കുടിയിൽ രവീന്ദ്രനാഥിന് കൊടുത്തത് 5 ലക്ഷം രൂപ. അതായത് കേരളത്തിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൽ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് രവീന്ദ്രനാഥ്. അതെ, ആ രവീന്ദ്രനാഥിനാണ് 5 ലക്ഷം. മനസ്സിലായില്ലേ? അതേസമയം സിനിമാ രംഗത്തെ കച്ചവട വ്യവസായ താല്പര്യങ്ങളുടെ പ്രതിനിധിയായി നിൽക്കുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ CPMന്റെ ആ ഒരു ജീർണതയുടെ ഒരു ലെവലും അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി CPM ഏറ്റവും കൂടുതൽ പിന്നെ മുകേഷിനെ സംരക്ഷിച്ച് നിർത്തുന്നതിൻ്റെ പുറകിലും ഈ സിനിമയുടെ ഈ കച്ചവട താല്പര്യങ്ങളും സാധനങ്ങളുണ്ട് നമ്മൾ കാണണം. കാരണം മുകേഷിനെ ഇപ്പോൾ പുറത്താക്കുകയോ അല്ലെ മുകേഷിനെതിരെ നിയമപരമായ എന്തെങ്കിലും ഒരു നടപടിയോ എല്ലാം ഉണ്ടായാൽ അത് മുകേഷിനെ മാത്രമല്ല കേരളത്തിലെ കച്ചവട സിനിമാ രംഗത്തെ ഞാൻ പറയില്ല, സിനിമാ രംഗത്തെ കച്ചവട താല്പര്യങ്ങളെ മുകേഷിനെതിരായിട്ടുള്ള നടപടി വലിയ തോതിൽ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് മുകേഷിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നമ്മളിതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? CPMന് കേരളത്തിലെ മലയാള സിനിമാ വ്യവസായ രംഗത്ത് പിന്നെ സ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ കൈരളി ചാനലിൻ്റെ ചെയർമാനായിട്ട് 24 വർഷമായിട്ട് മമ്മൂട്ടി ഇരിക്കുന്നത്. മമ്മൂട്ടി കാരണം കോൺഗ്രസിനോ അല്ലെ BJPക്കോ അതുപോലെ ഒരു ഡയറക്റ്റ് ലിങ്ക് സിനിമാ വ്യവസായമായിട്ടില്ല. അപ്പോൾ മോഹൻലാലിനെ കുറിച്ചിട്ടൊക്കെ മോഹൻലാലിൻ്റെ RSS ബന്ധവും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നുള്ള നിലയിൽ പറയാൻ പറ്റും. കോൺഗ്രസിനും അങ്ങനെയില്ല. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലിൻ്റെ 1/4 നൂറ്റാണ്ടായിട്ടുള്ള ചെയർമാനായിട്ടിരിക്കുന്നത് മലയാള സിനിമ കച്ചവട വ്യവസായ രംഗത്തെ ഒരു ഏക ഛത്രാധിപതിയായിട്ടുള്ള മമ്മൂട്ടിയാണ്. സ്വാഭാവികമായും നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മുകേഷിനെ CPM ഇതുപോലെ സംരക്ഷിച്ച് നിർത്താൻ കാരണം മലയാള സിനിമ കച്ചവട വ്യവസായ രംഗത്ത് CPMന് നിർണായകമായിട്ടുള്ള റോളുണ്ട് എന്നുള്ളത് കൊണ്ടും ആ കച്ചവട വ്യവസായ രംഗത്തിൻ്റെ പ്രതിനിധിയാണ് മുകേഷ് എന്നുള്ളത് കൊണ്ടുമാണ് എന്നാണ്
ഞാൻ നിരീക്ഷിക്കുന്നത്. പക്ഷേ CPI ഇക്കാര്യത്തിനകത്ത് വ്യക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുകയല്ലേ? മുകേഷിനെയും വെച്ച് ഉറപ്പിക്കരുതെന്നുള്ള രീതിയിലാണ് CPIയുടെ സംസ്ഥാന ഘടകം പക്ഷേ നിൽക്കുന്നത്. ദേശീയ ഘടകവും ഇതിനകത്ത് അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ഈ സംസ്ഥാനവും ദേശീയവും തമ്മിൽ ഇക്കാര്യത്തിൽ ചില അഭിപ്രായ ഭിന്നതയും ഉടലെടുത്തിട്ടുണ്ട്. ഞാനതിനെ ആ നിലയിലുള്ളൊരു ധ്രുവീകരണമായിട്ടല്ല ഞാനതിനെ കാണുന്നത്. അതായത് മുകേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ CPIയുടെ കേന്ദ്ര ഘടകവും കേരളത്തിലെ CPI എന്ന് പറയുന്ന ഘടകത്തിലെ ഭൂരിപക്ഷം ആളുകളും ഒരു വശത്തും, സ്ത്രീകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയിട്ട് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുഭാഗത്തും എന്നാണ് ഞാനതിനെ വിലയിരുത്തുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേന്ദ്ര ഘടകം അനുകൂലം ഇവിടെ എതിരെന്നുള്ളതല്ല. അവരുടെ കേന്ദ്ര ഘടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ആനി രാജ. ആനി രാജ തുടക്കം മുതൽ തന്നെ മുകേഷിന്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായമാണ് അവർ പറയുന്നത്. അവരാദ്യം പറഞ്ഞിരുന്ന ഒരു നിലപാടിനേക്കാൾ കടുത്തൊരു നിലപാടാണ് അവരിപ്പോൾ എടുത്തിരിക്കുന്നത്. അവർ പറയുന്നതിനകത്ത് വളരെ യുക്തിയുമുണ്ട്. എന്താണ്? ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും അതിൽ തുടരരുത് എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ളൊരു സമീപനം. കേരളത്തിൽ കെ പ്രകാശ് ബാബു എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് വളരെ ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്, ഇയാളെ നിലനിർത്തുന്നിടത്തോളം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പിണറായി സർക്കാരിനും അവമതിപ്പുണ്ടാക്കും. ആ അവമതിപ്പുണ്ടാക്കുന്നത് കൊണ്ട് അയാൾ ഒഴിവാക്കുകയാണ് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് അവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? CPI അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ ബിനോയ് വിശ്വത്തിന് വലിയ പങ്കുണ്ട്, ബിനോയ് വിശ്വം മുഖ്യത് ഒന്നുമല്ല. അത് ഈ പറഞ്ഞ പോലെ ഒരു എട്ടുകാലി മമ്മൂഞ്ഞ് എന്നുള്ളൊരു നിലയിലേക്ക് നമ്മളതിനെ കാണേണ്ട കാര്യമുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും വലിയ ഒരു കപട നാട്യക്കാരനാണ് ഈ ബിനോയ് വിശ്വമെന്നും ഈ വിഷയത്തിലും അയാൾ സ്ത്രീകൾക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കുകയും വെട്ടക്കാരനോടൊപ്പം നിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ അയാൾ ഈ വിഷയത്തിൽ മാത്രമല്ല, അയാൾ ഏറ്റവും വലിയ പരിസ്ഥിതിവാദിയായിട്ട് നിൽക്കുക. എന്നിട്ട് മുട്ടിൽ മരമുറി വന്നപ്പോഴത്തേക്ക് അയാളൊന്നും മിണ്ടിയില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിലും അയാൾ സ്ത്രീകളുടെ കണ്ണീര് നനവ് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം ഇടുന്നത്. പക്ഷേ ഇയാളുടെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അത് ആലോചിച്ച് തീരുമാനിക്കാം എന്നാണ്. എന്ന് മാത്രമല്ല അയാൾ ഏറ്റവും വലിയ അസംബന്ധവും വിഡ്ഢിത്തരവും അയാൾ പറയുന്നത് എന്താണെന്നറിയോ? ഇത് അപ്പുറത്ത് രണ്ടുപേർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികത UDFിൻ്റെ ധാർമ്മികതയാണോ? UDFിൽ രണ്ടുപേർ ഇതുപോലുള്ള കേസുകളിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് LDFിൽ രക്ഷപ്പെടാമോ? അത് തെറ്റാണെന്ന് ഇന്ന് എനിക്ക് തോന്നുന്നത് സുഭാഷിണി അലിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. സുഭാഷിണി അലി പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തുള്ള ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇപ്പുറത്ത് വരരുത്. അപ്പോൾ ഇന്നലെ ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അവരുടെ യോഗം കൂടി ആ യോഗത്തിൽ വെച്ച് ബഹുഭൂരിപക്ഷം ആളുകളും ഇയാൾ രാജിവെക്കണമെന്നുള്ള അഭിപ്രായം പറഞ്ഞതിനെ തുടർന്ന് അതിനോടൊപ്പം നിൽക്കാൻ നിർബന്ധിതനാകുകയായിരുന്നു ബിനോയ് വിശ്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇന്ന് അയാൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ വിവരക്കേട്, അതായത് കേരളത്തിലെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ, കേന്ദ്രത്തിൻ്റെ കാര്യം അവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൃത്തികെട്ട അഭിപ്രായം അയാൾ പറയുകയാണ്. ഇവിടെ ഹേമ കമ്മിറ്റി പുറത്തു വന്നതിനെ തുറന്നിട്ട് വനിതകൾ വലിയ തോതിൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സിനിമാ രംഗത്തെ വിരലിലെണ്ണാവുന്ന ആളുകളുടെ ലൈംഗിക പീഡനം സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ പുറത്ത് വരുമ്പോൾ ആ വെളിപ്പെടുത്തലുമായിട്ട് വന്ന വനിതകൾക്ക് പരമാവധി പിന്തുണ കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ച് നിർത്തേണ്ട CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും വളരെ സങ്കുചിതമായിട്ടുള്ള ഇൻവേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള വൃത്തികെട്ട അഭിപ്രായങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അതിന് യഥാർത്ഥത്തിൽ എന്തായാലും ചെയ്യുക, അയാളായിരുന്നു ആദ്യം മുകേഷിന് രാജിവെക്കണമെന്ന് പറയേണ്ട ബാധ്യത ഉള്ള ഒരാളായിരുന്നു അയാൾ. ഇപ്പോൾ CK ചന്ദ്രപ്പനോ അല്ലെങ്കിൽ വെളിയം ഭാർഗവനോ കൊണ്ടായിരുന്നു എപ്പോഴേ പറഞ്ഞേനെ ഇയാൾ ഒരു മിനിറ്റ് പോലും ഇവിടെ വെച്ചേക്കരുതെന്ന്. അപ്പോൾ ഇയാൾ ഈ പറഞ്ഞതുപോലെ CPIയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ജന്മമാണോ ഇയാൾ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അയാൾ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞ പോലെ അയാളുടെ കമ്മിറ്റിക്കകത്ത് ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടായപ്പോൾ അതിനൊപ്പം നിൽക്കുകയാണ് അയാൾ ചെയ്യുന്നത്. എന്നിട്ട് പരസ്യമായി അയാൾ വന്ന് പത്രക്കാരടുത്ത് വൃത്തികെട്ട അഭിപ്രായങ്ങൾ പറയുകയാണ്. അയാൾക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കാൻ ഒരു യോഗ്യതയുമില്ല എന്ന് അയാൾ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ CPIയുടെ സമ്മർദ്ദത്തിന് CPM വഴങ്ങുമോ മുകേഷിൻ്റെ രാജിയുടെ കാര്യത്തിനകത്ത്? അല്ല, ഞാൻ നേരത്തെ പോലെ വിജയനാഥ് പറയുന്നത് ഇതിനകത്ത് CPIയുടെ സമ്മർദ്ദമോ ഒന്നുള്ള വിഷയമല്ല, അത് ഇമ്മെറ്റീരിയലാണ്. ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദം ഒരു ഭാഗത്തു നിന്ന് മാത്രമാണ്, അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ജനറലിയും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് സ്പെസിഫിക്കലിയും
ആയിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദത്തിന് മുന്നിൽ CPM-ന് മുട്ടുമടക്കേണ്ടി വരും. അതിനകത്ത് CPI-യുടെ ഒക്കെ എതിർപ്പെന്നൊക്കെ പറയുന്ന ഒരു ചാലക ശക്തിയാകും എന്നുള്ളതേ ഉള്ളൂ. അടിസ്ഥാനപരമായി ജനങ്ങൾ മുഴുവൻ ഇതിൽ മുകേഷിനെതിരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നിലപാട് CPM-ന് വരും ദിവസങ്ങളിൽ എടുക്കേണ്ടി വരും. അതിൽ ആ നിലപാടിനൊപ്പം ഒഴുക്കിനൊപ്പം നീന്തുകയാണ് CPI ചെയ്യുന്നത്. അതല്ലാതെ CPI-ക്കകത്ത് ഖണ്ഡിതമായ അഭിപ്രായം ഉണ്ടായിട്ടാണ് അവർ ഈ നിലപാടിലേക്ക് പോകുന്നതെന്നൊന്നും ഒരു ജനവും വിശ്വസിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഷാജാൻ, ഒരു കാര്യം ശ്രദ്ധിച്ചോ, പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഒരഭിപ്രായവും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അല്ല, പിണറായി വിജയൻ ഈ കാര്യത്തിൽ അഭിപ്രായം പറയില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയൻ ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയൻ ഈ കാര്യത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. നമുക്ക് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം അറിയാം എന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ്റെ അഭിപ്രായത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ പിണറായി വിജയൻ്റെ കയ്യിൽ നിന്നൊക്കെ തന്നെ ഈ കളി വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ്റെ പിടിയെല്ലാം ഇതിനകത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇയാൾ രാജിവെക്കണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇയാൾ രാജിവെക്കണം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് CPI-ക്ക് മനസ്സിലായതുകൊണ്ടാണ് CPI-യിലെ ബഹുഭൂരിപക്ഷ ആളുകളും അതിനൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് ഇയാൾ രാജിവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറേ ക്രെഡിറ്റ് CPI-ക്കും കൂടി കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് CPI യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ വനിതാ കൂട്ടായ്മ AKG സെൻറ്റർ ഉപരോധിക്കുമെന്ന് പറയുമ്പോൾ അതിന് പിന്തുണ കൊടുക്കുകയാണ് CPI ചെയ്യേണ്ടത്. അത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ലോ അക്കാദമി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ലക്ഷ്മി നായർ എന്ന് പറഞ്ഞൊരു വനിത അവിടെ കാണിക്കുന്ന വൃത്തികേടുകൾക്കെതിരായിട്ട് സമരം ഉണ്ടായപ്പോഴത്തേക്ക് ആ സമരത്തെ പരസ്യമായി അനുകൂലിച്ച ആളായിരുന്നു കാനൻ രാജേന്ദ്രൻ. അവസാനം ആ സമരം വിജയിക്കുകയും ലക്ഷ്മി നായർ രാജിവെക്കുകയും ചെയ്തപ്പോൾ അന്ന് അവിടെ സമരത്തിന് നേതൃത്വം നൽകിയ AISF-ൻ്റെ പിള്ളേർക്ക് പുത്തരിക്കണ്ടത്ത് കൂടിയൊരു യോഗത്തിൽ വെച്ച് രക്തഹാരം ഇട്ട ആളാണ് കാനൻ രാജേന്ദ്രൻ. അന്ന് ലക്ഷ്മി നായർക്ക് വേണ്ടി ഒരേ ഒരാളാണ് ഈ കേരളത്തിൽ നിന്നത്, അത് പിണറായി വിജയനായിരുന്നു. അതുകൊണ്ട് ഈ വൃത്തികെട്ട സമീപനം ഈ ബിനോയ് വിശ്വം മാറ്റിവെച്ചിട്ട് കാനൻ രാജേന്ദ്രൻ CPM സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്ത ആ ഒരു മേലങ്കി എടുത്താണ് അയാൾ ഇടേണ്ടത്. അല്ലെങ്കിൽ അയാൾ പരിപൂർണമായി ജനങ്ങളുടെ മുമ്പിൽ തുണി ഉരിക്കപ്പെട്ട് വിവസ്ത്രനായി നിൽക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ